കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചർച്ചാ വിഷയം പുതുപ്പള്ളിയും കാഞ്ഞിരപ്പള്ളിയുമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ബി.ജെ.പി. പ്രവർത്തകർക്ക് നേരെ സ്നേഹത്തിന്റെ കൈ നീട്ടി അവരെ പോലും അമ്പരപ്പിച്ച ചാണ്ടി ഉമ്മനെയാണ്. പോലീസിന് സാക്ഷി നിർത്തി തന്നെ ലക്ഷ്യം വെച്ച് വന്നവരെല്ലാം സ്നേഹം കൊണ്ട് മുട്ടുകുത്തിച്ച ആ നീക്കത്തിന് പിന്നാലെ ചാണ്ടി ഉമ്മൻ നടത്തിയ ഒരു വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത്. തന്റെ സഹോദരി മരിയ ഉമ്മൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന വാർത്തകളോട് വരെ വളരെ പോസിറ്റീവായ രീതിയിലാണ് ചാണ്ടി പ്രതികരിച്ചത്. എന്റെ സഹോദരി കൂടി രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ സന്തോഷമേ ഉള്ളൂ എന്നതായിരുന്നു ആ വാക്കുകൾ. എന്നാൽ ഈ സന്തോഷ വാർത്തകൾക്കിടയിലാണ് മരിയ ഉമ്മനെയും ചാണ്ടി ഉമ്മനെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പുത്തൻ റിപ്പോർട്ട് പുറത്തുവരുന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ മരിയ ഉമ്മന് പകരം മറ്റൊരു ദേശീയ മുഖത്ത് ഇറക്കാൻ ഡൽഹിയിലാണ് നീക്കം തുടങ്ങിയത്. ആരാണ് ആ നേതാവ്, എന്താണ് ആ സർവേ റിപ്പോർട്ടിൽ പറയുന്നത്, വിശദമായി തന്നെ നോക്കാം. കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലം എന്നും കേരള രാഷ്ട്രീയത്തിൽ നിർണായകമാണ്. നിലവിൽ LDF ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിലെ ഡോക്ടർ N. ജയരാജാണ് അവിടെ MLA. എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പള്ളി വെറുമൊരു പ്രാദേശിക പോരാട്ടമല്ല, മറിച്ചൊരു ദേശീയ പോരാട്ടമായി മാറാൻ പോവുകയാണ്. ഇതിന് കാരണം BJPയുടെ നീക്കങ്ങളുമാണ്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ BJP സ്ഥാനാർത്ഥിയായി ഇറക്കാൻ ആലോചിക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. ഒരു കേന്ദ്രമന്ത്രി നേരിട്ട് പൊരുതാൻ ഇറങ്ങുമ്പോൾ വെറുമൊരു പ്രാദേശിക നേതാവിനെ വെച്ച് അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവിലാണ് കോൺഗ്രസ് നേതൃത്വം. ഇവിടെയാണ് ഹൈക്കമാൻഡ് നടത്തിയ രഹസ്യ സർവേയും പ്രസക്തമാകുന്നത്. മരിയ ഉമ്മന്റെ പേര് മണ്ഡലത്തിൽ സജീവമായിരുന്നു എങ്കിലും BJP ജോർജ് കുര്യനെ പോലുള്ള ഒരു ദേശീയ നേതാവിനെ ഇറക്കിയാൽ അതിനെ നേരിടാൻ ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരാൾ വേണമെന്നാണ് സർവേ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് AICC സെക്രട്ടറി അഡ്വക്കേറ്റ് മാത്യു ആന്റണിയുടെ പേരും ഹൈക്കമാൻഡ് മുന്നോട്ട് വെക്കുന്നത്. ആരാണ് ഈ മാത്യു ആന്റണി? നിലവിൽ മുംബൈയിൽ സ്ഥിരതാമസമാക്കിയ അദ്ദേഹം മേഘാലയ, മിസോറാം, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ AICC ചുമതല കൂടിയുള്ള നേതാവാണ്. വെറുമൊരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, മികച്ച അക്കാദമിക് പശ്ചാത്തലമുള്ള 2 MBA ബിരുദങ്ങൾ കൂടിയുള്ള ഒരു മാനേജ്മെന്റ് വിദഗ്ധൻ കൂടിയാണ് അദ്ദേഹം. KSU കാലഘട്ടം മുതൽക്കേ സജീവമായിരുന്ന മാത്യു ആന്റണി ഭാരത് മാതാ കോളേജ് യൂണിയൻ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ടാലന്റ് ഹണ്ടിന്റെ സോണൽ കോർഡിനേറ്റർ എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തരുടെ പട്ടികയിലുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഉമ്മൻചാണ്ടിയുടെ മകൾ എന്ന നിലയിൽ മരിയ ഉമ്മന് കാഞ്ഞിരപ്പള്ളിയിൽ വലിയ ജനപിന്തുണ ഉണ്ടാകുമെന്ന് അനുയായികൾ കണക്കുകൂട്ടിയിരുന്നു. ചാണ്ടി ഉമ്മൻ ഇതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. എന്നാൽ ആഗോള രാഷ്ട്രീയ മാറ്റങ്ങൾ, BJPയുടെ ശക്തമായ നീക്കങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഒരു പരീക്ഷണത്തിന് മുതിരാതെ മാത്യു ആന്റണിയെ പോലുള്ള പരിചയസമ്പന്നരായ സംഘാടകരെ ഇറക്കുന്നതാണ് പാർട്ടിക്ക് ഗുണകരമെന്ന് AICC വിലയിരുത്തുന്നുണ്ട്. പ്രാദേശികമായ തർക്കങ്ങൾ ഒഴിവാക്കാനും ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പോരാട്ടം കാഴ്ചവെക്കാനും മാത്യു ആന്റണിക്ക് കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെ ചുരുക്കത്തിലുള്ള വിശ്വാസം. കൃത്യമായി പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയിലെ പോരാട്ടം ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒരു ചർച്ചയിൽ നിന്നും മാറി ഒരു ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന VIP പോരാട്ടമായി മാറുകയാണ്. BJP കേന്ദ്രമന്ത്രിയെ ഇറക്കുമ്പോൾ കോൺഗ്രസ് തങ്ങളുടെ ഏറ്റവും മികച്ച ദേശീയ സംഘാടകനെ തന്നെ ഇറക്കി തിരിച്ചടിക്കാൻ ഒരുങ്ങുന്നു. മരിയ ഉമ്മന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പ്രതീക്ഷയോടെ കാത്തിരുന്ന അണികളെയും കുടുംബത്തെയും ഈ നീക്കം ഒരുപക്ഷെ ഞെട്ടിച്ചിട്ടുണ്ടാകാം. എങ്കിലും പാർട്ടിയുടെ വലിയ താല്പര്യങ്ങൾ മുൻനിർത്തി AICC എടുക്കുന്ന ഈ തീരുമാനം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്നുറപ്പാണ്. കാഞ്ഞിരപ്പള്ളി ആർക്കൊപ്പം നിൽക്കും? ആവേശകരമായ ഈ ദേശീയ പോരാട്ടത്തിന് കാത്തിരിക്കാം.